ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അബൌട്ട് ഫിലിം. നമ്മൾ സംസാരിക്കാൻ പോകുന്ന 2025 റിലീസായ ഒരു തമിഴ് ചിത്രത്തെക്കുറിച്ചാണ്. പെരിസ് എന്നാണ് സിനിമയുടെ പേര്. സംവിധാനം ചെയ്തിരിക്കുന്ന ഇലങ്കോ റാം, പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന സ്റ്റോൺ ബെഞ്ച് ഫിലിംസ് ആണ്. ഈ സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളെല്ലാം അവതരിപ്പിച്ചിരിക്കുന്നത് വൈഭവ്, സുനിൽ റെഡ്ഡി, ബാലസരവണൻ, കരുണാകരൻ, വി ഗണേഷ്, മുനീഷ് കാന്ത്, ചാന്ദിനി തമിഴരസൻ, നിഹാരിക, ദീപിക ശങ്കർ, റെഡിൻ കിങ്സ്ലി എന്നിവരാണ്. ഈ ചിത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു അഡൾട്ട് ഫിലിമാണ്, സർട്ടിഫൈഡ് ആണ്. പക്ഷേ ഇതൊരു ഫാമിലി ഡ്രാമ കൂടിയാണ്. വളരെ എൻജോയബിൾ ആയിരുന്നു കാണാൻ പറ്റിയൊരു മികച്ച സിനിമ. ഇതിൽ പറയുന്ന കണ്ടന്റ് എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിച്ച് കാണേണ്ടുന്ന ഒന്ന് തന്നെയാണ്. കാരണം ഈ സ്റ്റോറി ഞാൻ പറയുകയാണെങ്കിൽ പഴയ ഒരു പ്രിയദർശൻ ചിത്രം കാണുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം സിറ്റുവേഷനിൽ വരുന്ന ഒരു സിറ്റുവേഷൻ, ആ സിറ്റുവേഷൻ ഇവരെങ്ങനെ ബ്രേക്ക് ചെയ്തു. വീട്ടിലൊരു മരണം നടന്നു, പക്ഷേ ആ മരണം പുറത്തു പറയാൻ പറ്റാത്ത അവസ്ഥ. കാരണം അതൊരു സ്വാഭാവിക മരണമായിരുന്നിട്ട് കൂടി അവർക്കത് പറയാൻ പറ്റുന്നില്ല. അതിനൊരു കാരണമുണ്ട്. ആ കാരണമാണ് ഈ സിനിമയുടെ സർട്ടിഫൈഡിൻ്റെ കാരണം. നിങ്ങളിത് കാണണം. കാരണം ഇതിനെക്കുറിച്ച് ഞാൻ ഓവർ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പോയിലായി പോകും. അതുകൊണ്ട് ഞാൻ പറയണില്ല. ആ കാരണം എന്താണെന്നുള്ളത് നിങ്ങൾ കാണുക. അത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങൾക്ക് കാണാം. ആ ഒരു കാരണം കൊണ്ടാണ് ഇവർ ഈ സിനിമ മുഴുവൻ കൊണ്ടുപോകുന്നത്. ക്ലൈമാക്സ് ഒക്കെ എത്തുമ്പോഴത്തേക്കും നമുക്ക് ഈ സിനിമയിൽ വല്ലാത്തൊരു ഫീലാണ്. കാരണം ഇമോഷണലായിട്ടും കോമിക്കലായിട്ടും വളരെ രസമാണ്. എല്ലാ കഥാപാത്രങ്ങളും ഒരു പോയിന്റിൽ വന്ന് മുട്ടെന്നൊക്കെ പറയില്ല, അതേപോലെ വളരെ എൻജോയബിളായിട്ട് പോകുന്ന, ഇടയിലിടയിൽ നമ്മളെ ചിരിപ്പിക്കുന്ന കുറേ മൊമെൻറ്റ്സ് ഉണ്ട് ഈ സിനിമയിൽ. പ്രത്യേകിച്ച് ഇതിൽ മറ്റേ റെഡിൻ കിങ്സ്ലി, അതുപോലെ അദ്ദേഹത്തിൻ്റെ ഇതിലൊരു ഡീസൻറ്റ് ആക്ടിങ് ആയിരുന്നു കേട്ടോ. കഴിഞ്ഞ കുറേ സിനിമകളിൽ അദ്ദേഹം ഓവറാക്കി ചളവാക്കിയിരുന്നു. പക്ഷേ ഈ സിനിമയിൽ അത്യാവശ്യം സ്റ്റാൻഡേർഡ് പെർഫോമൻസ് അദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ട്. പിന്നെ വി ഗണേശിൻ്റെ ഒരു സീനുണ്ട്, അത് വളരെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. കാരണം ഒരു സ്വാമിയും അദ്ദേഹവും കൂടിയുള്ള ആ സീക്വൻസൊക്കെ വളരെ നന്നായിട്ടുണ്ട്. അതേപോലെ ദീപാശങ്കറിൻ്റെ കുറേ കൗണ്ടറുകളുണ്ട്. അതുപോലെ വൈഭവ് ഈ ചിത്രത്തിൽ ഒരു കുടിയനായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. കുടിയൻ എന്ന് പറഞ്ഞാൽ ഇതിൽ ഈ വയസ്സായ ആളുടെ മകനായിട്ട്, 2 മക്കളിലൊരു മകനായിട്ട് അദ്ദേഹവും അടിക്കുന്ന കൗണ്ടറുകൾ, പിന്നെ ബാലസരവണും അദ്ദേഹം തമ്മിലുള്ള കോമ്പിനേഷൻ സീക്വൻസ് എല്ലാം നല്ല രസമുണ്ട്. ഈ സിനിമയിൽ ഒരു ഒലക്ക സീനൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങളെ വല്ലാതെ എൻജോയ് ചെയ്യിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇതൊരു സൂപ്പർ ഫിലിമാണ്.